YouTube channel. This is Tejatango and you're watching Tejatango Diaries. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര കൈൻഡ് ഓഫ് ക്രേസി കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും എൻ്റെ ഇന്നത്തെ ഫുൾ ഡേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന്. സോ ഭയങ്കര സിമ്പിളാണ്. മേ ബി കുറച്ച് പേർക്ക് ഈ കണ്ടന്റ് അറിയുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസിൽ സംഭവം പോളിംഗ് ആയിട്ട് ഇടും. അത് ഞാൻ ഇത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി പറയുന്നത് എന്താണോ അതാണ് നമ്മൾ ചെയ്യുക. അത് ചെയ്യാൻ പറ്റുമോ, അതിൽ റിസ്ക് ഉണ്ടോ, അത് സെറ്റ് ആവോ, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. എന്താണ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ഒരു സാധനം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണുന്നവരോട് ഞാൻ പറയാൻ പോകണം, അടുത്ത ഫ്യൂ അവേഴ്സ് നിങ്ങളായിരിക്കും എൻ്റെ ലൈഫല്ല ഡേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വന്നത്. സോ നിങ്ങൾ എന്താണോ പോൾ ചെയ്യുന്നത് അതായിരിക്കും ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ചെയ്യാൻ ഫണ്ണായിരിക്കും എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പോളിംഗ് കൊടുക്കാം. ഞാൻ എന്തായാലും ഇത്രയും ഒരുങ്ങി കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്ത് പോകണോ വീട്ടിലിരിക്കണോ എന്ന് ചോദിക്കാം. കാരണം പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വീട്ടിലിരിക്കുകയാണെങ്കിൽ കിടന്ന് ഉറങ്ങുക, ഇതാണ് എൻ്റെ ആകെയുള്ള പോളിംഗ് ചോദിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഗോ ഔട്ട് ഓർ സ്റ്റേ എന്നുള്ള പോളിംഗ് ഇടാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പോളിങ്ങിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഞാൻ 1000 പേരെന്ന് പറഞ്ഞത്, പക്ഷേ ഇപ്പം ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് പോകുന്നിടത്തും 1400 ആൾക്കാർ ഈ സ്റ്റോറി വ്യൂ ചെയ്തു. അതിനകത്ത് 501 ആൾക്കാർ പറഞ്ഞത് ഗോ ഔട്ടാണ്. 192 ആൾക്കാരാണ് സ്റ്റേ ഇൻ പറഞ്ഞത്. വേറെ കുറേ പേര് വോട്ട് ചെയ്യാതെ ഇഗ്നോർ ചെയ്തിട്ട് പോയിക്കാണ്. അപ്പോൾ നമ്മുടെ 72% എന്ന് പറയുന്നത് പുറത്ത് പോകാനാണ്. സോ കം ലെറ്റ്സ് ഗോ ഔട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പുറത്ത് പോകണമെങ്കിൽ നമുക്ക് വണ്ടി വേണം, അല്ലാതെ വെറുതെ വീട്ടിൽ വെളിയിറങ്ങിയ കാര്യമില്ല. അപ്പം ഞാൻ അടുത്ത് നമ്മുടെ പോളിംഗ് ഇട്ടിട്ടുണ്ട്, കാർ ഓർ ബസ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് കാറ് പറയണം ഗൈസ്. എനിക്ക് ഈ വൈകുന്നേര സമയം സ്കൂളും കോളേജൊക്കെ വിട്ട സമയം എനിക്കിപ്പോൾ ബസ്സിൽ തൂങ്ങി പോകാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഗൈസ്, എനിക്കിതിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ബസ് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല കീയൊക്കെ കയ്യിൽ വെച്ചിരിക്കുകയാണ് കാറിൽ പോകുന്ന പ്രതീക്ഷയിൽ. ഓക്കെ, ഒരുമാതിരി മാറി മാറി വരുന്നുണ്ട്. കാരണം ഇപ്പം പോളിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ പറയുന്നത്. ഇപ്പം കറൻ്റ് ഒരാളുടെ മെജോറിറ്റിയിൽ കാറാണുള്ളത്. നമ്മുടെ സ്റ്റോറിക്ക് 1200 വ്യൂസ് ആയി. ആൻഡ് അതിനകത്ത് ആൾക്കാർ പറഞ്ഞ് എന്താ നോക്ക് കാണിച്ചത്. സോ 55% ആൾക്കാരും കാർ എടുക്കുന്നതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 45 കൂടുതലാണ്. കുറേ പേർക്ക് ഇന്നും മറ്റേ വെയിലത്ത് ആ പിള്ളേർ സ്കൂളും കോളേജും കഴിഞ്ഞ് പോകുന്ന തിരക്കിൻ്റെ അടിയിൽ കൂടെ തിക്കി തിരക്കി പോകണമെന്നാണ് കുറേ പേരുടെ ആഗ്രഹം. ചേച്ചി, നമ്മൾ ബസ്സിലാണ് ഇന്ന് പോകുന്നത്. അവിടെ പോള് കണ്ടാളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഈ അടുത്ത് വെറുതെ ആയില്ല. അപ്പോൾ നമുക്ക് കാറിൽ വേഗം പോവാം. ആൻഡ് അടുത്ത പോൾ നമുക്ക് കാർ എത്തിയിട്ടിടാം. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. ഗൈസ്, താങ്ക് യു സോ മച്ച്. നമ്മൾ ഫൈനലി നമ്മളെ കാറിൽ എത്തിക്കുകയാണ്. ഇനി നമുക്ക് സുഖമായിട്ട് എവിടെ അലയാനും കുഴപ്പമില്ല. കാരണം നമ്മുടെ കയ്യിൽ കാറുണ്ട്. അതും പാലക്കാടത്തെ സമ്മർദ്ദ ചൂടെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത പോളിംഗ് ഇടാൻ വേണ്ടി പോവാണ്. അടുത്ത പോളിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഗെറ്റ് എ ഹെയർ കട്ട് ഓർ ഗെറ്റ് എ നെയിൽ ആർട്ട്. ഓക്കെ, നമ്മുടെ പാലക്കാട് നെയിൽ ആർട്ടിന് ഒരു സംഭവം വന്നിട്ടുണ്ട്. അവിടെ വിളിച്ച് ചോദിച്ചു നെയിൽ ആർട്ടിന് വന്നാൽ പറ്റുമെന്ന്. അവർ പറ്റും പറഞ്ഞു. ഹെയർ കട്ട് എന്തായാലും അവിടെ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതാ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് ഈ പോൾ ഇട്ടിട്ട് നേരെ വണ്ടി ഓടിച്ച് പോവാം. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ആൾക്കാർ എന്താണോ പറയുന്നത് നമുക്ക് കിട്ടും. സോ അടുത്ത പോൾ ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോൾ ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മളോട് ചേച്ചിയുണ്ട്. ചേച്ചി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരികയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫോളോവേഴ്സ് എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന ഒരു കണ്ടന്റിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? നന്നായി, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റി. അതെ, അതുകൊണ്ട് അവൾക്ക് ഓസിക്ക് എൻ്റെ കൂടെ വണ്ടി കയറി ടൗണിലേക്ക് പോകും. കാരണം അവൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്കിനി പോവാം ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഹെയർ കട്ട് പറയുമോ നെയിൽ ആർട്ട് പറയുമോ നമുക്ക് നോക്കാം. സോ നമുക്ക് പോവാം. സോ ഗൈസ്, ഞാൻ എൻ്റെ ചേച്ചിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മുടെ പോളിംഗ് എന്തായാലും നോക്കിയപ്പോൾ പോളിങ്ങിൽ ആക്ച്വലി 3200 വ്യൂസ് വന്നിട്ടുണ്ട്. അതിനകത്ത് മെജോറിറ്റി ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. എവിടെ കണ്ടോ ഗൈസ്, ഇതിനകത്ത്
1198 ആൾക്കാരും പറയുന്നത് ഹെയർ കട്ടാണ്. അതായത് 61% ആൾക്കാർ ഹെയർ കട്ടും ബാക്കി 39 നെയിൽസ് ചെയ്യാമുള്ളൂ. ഞാൻ ഇതുവരെ എൻ്റെ നെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് നെയിൽസ് ചെയ്യാൻ ഒത്തിരി സമയം വേണം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഹെയർ കട്ട് ഇസ് എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. പക്ഷെ എങ്ങനെ കട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഒന്നാമത് എനിക്ക് ഇത്രയേ ഉള്ളൂ മുടി. ഇതിനെ തന്നെ എൻ്റെ എല്ലാ തേങ്ങ പരീക്ഷണവും ചെയ്യാൻ പോകുന്നത്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഇത്ര വെട്ടിയിട്ട് വരുന്നതിനേക്കാളും എനിക്കിഷ്ടം കുറച്ചുകൂടെ നല്ല രസത്തിൽ എന്തെങ്കിലും ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അടുത്ത ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു വെറൈറ്റി ഹെയർ കട്ട് ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും. ഇതുവരെ ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു സാധനം. അപ്പോൾ ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഹെയർ കട്ട് ചെയ്യാൻ. നമുക്ക് വേഗം ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെ ഗൈസ് നമ്മൾ എപ്പോഴും വന്ന് ഹെയർ കളറും ഹെയർ കട്ടൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെയാട്ടോ ഇവർ നെയിലും ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇനിയൊരു വെറൈറ്റി ഹെയർ കട്ട് കണ്ട് എൻ്റെ അമ്മ എന്നെ കണ്ട് ബോധം കെട്ട് വീണേ വയലുള്ള തെറിയൊക്കെ വിളിച്ച് എന്നെ വീട്ടിൽ നിന്ന് തല്ലി പുറത്താക്കണം. എന്നിട്ട് വേണം എനിക്ക് ലോകം തൊണ്ടാൻ പോവാൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തി. ആക്ച്വലി എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഹെയർ കളർ മാറ്റാൻ ഓരോ മാസവും ഇടക്കിടക്ക് വരുന്നതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് എനിക്ക് വേറൊരു പണിയില്ലേ, എനിക്ക് ഭ്രാന്താണെന്ന്. എനിക്ക് ചിലവർ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വായിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഹെയർ കട്ട് ചെയ്യാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം തന്നെ വിളിക്കും. അപ്പോൾ നമുക്ക് പോയി. എൻ്റെ പ്ലാൻ ആക്ച്വലി വൂൾഫ് കട്ടാണ്. വൂൾഫ് കട്ട് എന്താ ഞാൻ ഇവിടെ ഇടാം. അത് എനിക്ക് ചേരുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ അല്ലേ. നമുക്ക് നോക്കാം. ഗൈസ് നമ്മൾ ഹെയർ കട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അതെന്താണെന്ന് ഇപ്പോൾ പറഞ്ഞില്ല. നിങ്ങൾ ഓരോ പ്രോസസ്സും കൊണ്ട് അവസാനം കണ്ടാൽ മതി. പക്ഷേ ഇതുവരെ ചെയ്യാത്തൊരു ഹെയർ കട്ടാണ്. സൂപ്പർ സാധനമായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ ഒടുക്കത്തെ ഡാൻഡ്രഫാണ്. ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ താരൻ. അപ്പോൾ എന്നോട് പറഞ്ഞ് തലയൊക്കെ ഡാൻഡ്രഫൊക്കെ ഒന്ന് മാറ്റിക്കൂടെയെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണ് ഡാൻഡ്രഫൊക്കെ ഒന്ന് മാറ്റാം. കാരണം എൻ്റെ ഫോർഹെഡിൽ മുഴുവൻ കുട്ടി കുരി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞ് തലയൊന്ന് ഡാൻഡ്രഫ് കളയാം, എന്നിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാമെന്ന്. അതിന് ഓക്കെ പറഞ്ഞു. ഇവർ കുളിപ്പിച്ച് തരും തല. പിന്നെ നമുക്ക് ആ 10 ദിവസം കുളിച്ചില്ലെങ്കിലും സൂപ്പർ സ്മെല്ലായിരിക്കും തലക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യാം. ഗൈസ് ഇപ്പോൾ ഡാൻഡ്രഫ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം തലയിൽ ചെയ്യുക. ഇത് ഭയങ്കര തണുപ്പുണ്ട് തലയിൽ. എനിക്ക് ഉറക്കം വരുന്നു. പിന്നെ ഇതിന് സെൻറ്റർ ഫ്രഷിൻ്റെ മണമാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് ഇനിയിപ്പോൾ 10 ദിവസം കുളിച്ചില്ലെങ്കിലും തലയിൽ നല്ല മണമായിരിക്കും. ഗൈസ് എൻ്റെ തലയത്തെ ഡാൻഡ്രഫ് മുഴുവൻ കളഞ്ഞു എന്നാണ് ഈ ചേച്ചിപ്പം എന്നോട് പറഞ്ഞത്. എൻ്റെ തല ഫുൾ വൃത്തിയായി. നമ്മൾ ഹെയർ കട്ട് ചെയ്യും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തെങ്കിലുമൊക്കെ ആവും. നല്ല എനിക്ക് ചെയ്യുന്നത് വെറൈറ്റി സാധനമാണ്. പക്ഷെ എനിക്ക് ചേരുമോ എന്നാണ് എനിക്ക് ഒരു ഡൗട്ട്. ഇനിയിപ്പോൾ ചേർന്നില്ലെങ്കിൽ എന്താ മുടിയല്ലേ, എന്നാൽ 2 ദിവസം തന്നെ വളരും. ഹായ്, ഇത് കൊള്ളാം. The best we ever had, and we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. ഇങ്ങനെയാണ് നമ്മുടെ ബാക്കിൽ. We can look after drying the hair. Yeah. Good, I guess. Guys, എൻ്റെ മുടി ഇങ്ങനെയൊക്കെ ആയി. ഇങ്ങനെ കാണുമ്പോൾ കോമഡി ആയിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ചെയ്ത് നോക്കാം. കുറേ അവിടെ ഇവിടെയൊക്കെ പകുതിയും മുക്കാലൊക്കെ മുറിച്ച് വെച്ച് ചട്ടി കമ്മത്തെ പോലെ ഉണ്ടോ ഗൈസ്? അയ്യോ, ഇത് കാണുമ്പോൾ മറ്റേ ഹാപ്പി ഹസ്ബൻഡ് സലീം കുമാർ.
നമുക്ക് ഡ്രൈ ചെയ്യുമ്പോൾ ഇത് മാറും. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. ഹായ് ഗൈസ്, നിങ്ങൾക്ക് പക്ഷെ എന്നെ കാണുമ്പോൾ എന്തിനെ എമി ജാക്സൺ പോലെ തോന്നുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് ഹാപ്പി ഹസ്ബൻഡിൽ സലീം കുമാറിൻ്റെ ആരെയും കമൻറ്റ് ചെയ്താൽ ഞാൻ അവരെ കൊല്ലും. അയ്യോ, ഇതെനിക്ക് അമ്മയുടെ റിയാക്ഷൻ കാണണം. എങ്ങനെയും ഇതിരിക്കും, അല്ലെങ്കിൽ ബാങ്ക്സ് ആണെങ്കിൽ അങ്ങനെ ഇരിക്കും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ കട്ട്. ഇനി ഈ കട്ട് വെച്ചിട്ടാണ് നമ്മൾ കോളേജിൽ പോകാൻ. പക്ഷെ നാളെ ആകുമ്പോഴത്തേനും ഇതിങ്ങനെ ഇരിക്കില്ല. ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, കുളമായി നിന്നോട് ആരും പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, ബൈ. നമുക്ക് അടുത്തത് പോളിംഗ് ഇടാം. ഗൈസ്, ഞാൻ നിങ്ങൾ ഹെയർ കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയതൊരു ബാഡ് ഐഡിയ ആണോ? അല്ല, ഇതില്ലേ ഇറമ്പിലെ ഒരിതായ അങ്ങനത്തെ ഒരു പാട്ടിൽ ഐശ്വര്യനായ എമി ജാക്സൺ ആരോ ഇങ്ങനെ മുടി കെട്ടി ഡാൻസ് കളിക്കുന്ന എനിക്ക് ഓർമ്മ ഉണ്ട്. അന്ന് അവരെ ഹെയർ സ്റ്റൈൽ ചെയ്തത് നല്ല ചട്ടി കമത്തി വെച്ച പോലെ ഉണ്ട്. ഇനി ഇതും വെച്ച് നാളെ കോളേജിൽ പോണോ? അയ്യോ, അപ്പത്തേനൊന്ന് ശരിയായാൽ മതി. പിന്നെ ഇപ്പൊ ഇനി ബാക്കി നമുക്ക് ചെയ്യാനല്ലേ പോളിംഗ്, അതൊക്കെ ഇത് വെച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ അടുത്തത് എന്തായാലും ഇപ്പോൾ ഇരുട്ടായി കണ്ടു ഗൈസ്, രാത്രിയായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണോ വേണ്ടേ? എക്സ്പ്ലോർ ഫുഡ് ഓർ ഈറ്റ് നത്തിങ്, അങ്ങനത്തെ ഒരു സാധനം പോളിംഗ് ആയിട്ട് കൊടുക്കുക. ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ഇവിടെ കത്തിച്ച് വെച്ചിരിക്കുവാണ്. നമുക്ക് എന്തായാലും പോളിംഗ് കൊടുക്കാം. സോ ഗൈസ്, ഞാൻ അടുത്ത പോൾ ഇട്ടു. അതാ എന്തായാലും ഞാൻ അവിടെ സൈഡിലിടാം. ഹാവ് ഡിന്നർ ഈറ്റ് നത്തിങ്, ഇതാണ് ഇട്ടത്. ഇന്നില്ലേ ലിറ്ററലി ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. മടി പിടിച്ച് ലീവ് എടുക്കുന്ന ദിവസം ഒന്നും കഴിക്കാറില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് എന്തേ കഴിക്കണം. എല്ലാവരും ഒന്ന് പോൾ ചെയ്ത് എനിക്ക് ഡിന്നർ കഴിക്കാനുള്ള വക ഉണ്ടാക്കി തരണം, ഇല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചുപോയ നിങ്ങളാണ് ഉത്തരവാദി. ഓക്കെ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ കൂടുതൽ പേരും ഫുഡ് കഴിച്ചോളാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇപ്പം തന്നെ എവിടെ നിന്ന് പോയി ഫുഡ് കഴിക്കണം എന്ന് ഇട്ടു. KFC അതർ ഇങ്ങനെ കൊടുത്തു. അതർ ഏതായാലും എനിക്ക് കൂടുതൽ സങ്കടമാണ്. KFC പറഞ്ഞിരിക്കുന്നത് നല്ല സന്തോഷമാണ്. പിന്നെ വേവ് ലെങ്ത് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും KFC പറയും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമ്മുടെ ടെലിപ്പതി വർക്കാവണം, അതാണ് എൻ്റെ സക്സസ്. നിങ്ങൾ ആരും എനിക്ക് പണി തരാൻ നോക്കരുത്. ഇത് കണ്ടാ ഇതിൻ്റെ അപ്പുറത്തേക്കിന് എന്ത് പണി. ഇപ്പം രസമുണ്ട് കേട്ടാ, ഇടയ്ക്ക് രസമുണ്ട്. നാളെ തന്നെ രസമായാൽ മതി, ഇല്ലെങ്കിൽ കോളേജിൽ തന്നെ ട്രോളി കൊല്ലും. ഓ മൈ ഗോഡ് ഗായ്സ്, നിങ്ങൾ ഒത്തിരി നല്ലതാ. 65% ആൾക്കാർ KFC എന്നാ പറഞ്ഞിരിക്കണത്. അതർ പറഞ്ഞതിൽ ഗൈസ് അക്ഷയ് വ്ലോഗർ അതർ എന്ന് പറഞ്ഞു. എന്തിന്? ഞാൻ KFC തിന്നട്ടെ, എനിക്ക് അതാണ് ഇഷ്ടം. പോ അക്ഷയ്. ഗൈസ്, അതർ എന്നുള്ളത് ആദ്യം വോട്ട് ചെയ്തത് എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയാണ് അതർ എന്നുള്ള സാധനം ആദ്യമായിട്ട് വോട്ട് ചെയ്തത്. ഹൗ ക്രൂവൽ. നേരത്തെ ഞാൻ കഴിക്കണ്ടെന്ന് ആരൊക്കെ പറഞ്ഞു നോക്കട്ടെ കേട്ടോ. 160 പേര് ഞാൻ കഴിക്കണ്ട പറഞ്ഞിരിക്കണം. 411 പേര് ഞാൻ കഴിച്ചു എന്നാണ് പറയുന്നത്. 72% കഴിച്ചു എന്നാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കണ്ടെന്ന് ആരാ പറഞ്ഞു നോക്കട്ടെ. എനിക്ക് അറിയുന്നതിൽ അവരൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഞാൻ കഴിക്കണ്ടത്രേ. അക്ഷയ് വ്ളോഗർ കഴിക്കണം. അക്ഷയ് നമുക്ക് എന്താ, ഞാൻ അലിച്ചാവണം നോക്കടാ. നിഹാൽ എൻ്റെ ക്ലാസ്സിൽ ചേർക്കാൻ അവനെ കുത്തിക്കൊല്ലി. നാളെ ഞാൻ അവനെ പട്ടിണിക്കിടും. നോക്കോ, അവൻ്റെ ഫുഡൊക്കെ ഞാൻ കഴിക്കും. എൻ്റെ വയറ് ചെറുതാണെന്നാലും ഞാൻ കഴിക്കും. വേറെ ആരാ? 160 പേര് ഞാൻ കഴിക്കണ്ടാന്ന്. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഒരു കുട്ടീനെ കഴിപ്പിക്കാതിരിക്കാൻ? വേറെ ആരാ? ചേച്ചി, നിന്റെ മോളെ ഇവക്ക് എന്നോട് എന്തോ വൈരാഗ്യം. ഇത് ഭയങ്കര ഫണ്ണായിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് KFCൻ്റെ അങ്ങോട്ട് പോവാം. കാരണം കൂടുതൽ വോട്ട് അവിടെ ആയിരിക്കുമല്ലോ. KFC എത്തുമ്പോഴത്തേനും 1000 പേര് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് KFC അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള വേറെ ഹോട്ടലിൽ പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നേരെ KFCക്ക് പോവാം. എനിക്ക് ഡയറക്ഷൻ അറിയില്ല, എനിക്ക് ഡയറക്ഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് നൈറ്റ് ഡ്രൈവ് KFC പോവാം. ഗൈസ്, ഇപ്പം ഞാൻ കണ്ടുപിടിച്ചു. എന്നെ കാണുമ്പോൾ പ്രേമലുലെ മമിത ബൈജുവിനെ പോലെയാണ് ഇപ്പം ഉള്ളത്. ഓക്കെ, ഫുഡ് കഴിച്ചതിൽ 75% ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഫുഡ് കഴിച്ചോ എന്നാണ്. നമ്മുടെ KFC പൊക്കോളാൻ പറഞ്ഞത് 65% ആൾക്കാർ KFC പോകാൻ പറഞ്ഞു. ഓ ഗൈസ്, നിങ്ങൾ ഒത്തിരി നല്ലതാണ്. നിങ്ങൾ വെറും സബ്സ്ക്രൈബേഴ്സ് അല്ല, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഗുഡ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് ആണ്. ഒരു പോളും കൂടെ ഇടാട്ടോ. അതാകുമ്പോൾ നമ്മൾ KFC ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോഴത്തേനും
ആ പോളും റെഡിയാവും. ഗെറ്റ് സംതിങ് ഫോർ മൈ സെൽഫ് അല്ലെങ്കിൽ ഗെറ്റ് സംതിങ് ഫോർ എ സ്ട്രേഞ്ചർ. ഒന്നല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുക, അല്ലെങ്കിൽ എന്നൊരു സ്ട്രേഞ്ചറിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഓക്കെ, സോ ഞാനിത് ഇടാൻ പോവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും സ്ട്രേഞ്ചറിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കും പറയാം. ബിക്കോസ് നമ്മൾ ഒരാൾ എക്സ്പെക്ട് ചെയ്ത ആൾക്ക് വാങ്ങിച്ചെടുക്കുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവില്ലേ? അത് എനിക്കും നല്ല ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പോലെ സെറ്റ് ചെയ്യാം. ഗെറ്റ് സംതിങ് ഫോർ എ സ്ട്രേഞ്ചർ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് ബാക്കിയുള്ളവരുടെ മുഖത്ത് വരുന്ന റിയാക്ഷൻ, നമ്മളവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ അവരുടെ മുഖത്ത് വരുന്ന റിയാക്ഷൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കുക. ഓക്കെ, പോളപ്പോഴത്തേനും സെറ്റാകും. നമുക്ക് വേഗം KFC പോയി ഫുഡ് കഴിക്കാം. ഗൈസ് ഐ ആം വെരി ഹംഗ്രി. ഗൈസ് ഇതുപോലെ രാത്രി ഒറ്റക്ക് നടക്കാൻ എന്ത് രസമാണെന്നറിയോ? നല്ല രസമുണ്ട്, നല്ല ലൈറ്റ്. അപ്പുറത്താണ് KFC ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നടക്കുക അങ്ങോട്ടേക്ക്. ഞാൻ എന്ത് ഫുഡാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ പോളിടുന്നില്ല, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കണം. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമില്ലാത്തൊക്കെ കഴിക്കാൻ പറയും, അതുകൊണ്ട് ഞാൻ പോളിടുന്നില്ല. ഐ ലുക്ക് ഡാം ക്രേസി മാൻ. നമുക്ക് പോവാം. ഗൈസ് ഈ പൊട്ട ഹെയർ കട്ട് കൊണ്ട് എനിക്കിവിടെ വരാൻ ഭയങ്കര മടി. അയ്യോ, ഇതൊക്കെ റോബോട്ട് പോലെ ഉണ്ട്. അവിടെ കുറച്ച് തിരക്കുണ്ട് ഓർഡർ ചെയ്യുന്ന അടുത്ത്. അപ്പം അത് മാറിയിട്ട് ഞാൻ അവിടെ പോവാം. അത്ര തിരക്കില്ല, ഒരാളെ ഉള്ളൂ, വേഗം പോവാം. ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ ഗട്ട്സിനെയാണ് അവിടെ സമ്മതിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു സമാധാനിക്കാം. പക്ഷെ ആക്ച്വലി ഇറ്റ് ലുക്സ് ഗുഡ് ഇടക്ക്. പക്ഷേ ഇടയ്ക്ക് ഇറ്റ്സ് വെരി ബാഡ്. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം എന്തായാലും. ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും നിൽക്കാറില്ല. വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം സംഭവം. ഞാൻ എപ്പോഴും KFCയിൽ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ ഐസ് വേണം എന്ന് എക്സ്ട്രാ പറയും. അതായത് ഞാൻ ഫുഡ് വാങ്ങേണ്ടി പോകുമ്പോൾ എനിക്ക് എക്സ്ട്രാ ഐസ് വേണമെന്ന് പറയും. പക്ഷേ ഇത്തവണ ഗൈസ് അവരെനിക്ക് സ്ട്രിപ്സും വേണം, അതിൻ്റെ കൂടെ 2 ഗ്ലാസ് എക്സ്ട്രാ ഐസ് തന്നു. ഞാൻ പറഞ്ഞിട്ടില്ല ഐസ് വേണം. അയ്യോ തന്നു. എനിക്കിന്ന് ഭയങ്കര സന്തോഷം. ഗൈസ് നമ്മുടെ പോളിംഗ് ഇല്ലേ, നമ്മുടെ പോളിംഗ് ഗെറ്റ് സംതിങ് ഫോർ തങ്കു അല്ലെങ്കിൽ ഗെറ്റ് സംതിങ് ഫോർ എ സ്ട്രേഞ്ചർ, അതിനകത്ത് 57% ആൾക്കാർ പറഞ്ഞത് ഗെറ്റ് സംതിങ് ഫോർ എ സ്ട്രേഞ്ചർ ആണ്. അതായത് 519 ആൾക്കാർ അതാണ് പറഞ്ഞത്. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് സംതിങ് ഫോർ എ സ്ട്രേഞ്ചർ. അപ്പം ഞാൻ ആദ്യം കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് സ്ട്രേഞ്ചറിനെ ഹാപ്പി ആക്കാം. ഗൈസ് ഞാനിപ്പം ഒരു ചിക്കൻ റോൾ ഓർഡർ ചെയ്തു. അത് ആക്ച്വലി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു സ്ട്രേഞ്ചർക്ക് അത് കൊടുക്കാം. കാരണം ഇതിപ്പോൾ ഡിന്നർ കഴിക്കുന്ന സമയമാണ്, ചിലവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വിശന്നിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അത് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഫുഡ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എൻ്റെ അവിടുത്തെ കഴിച്ച് കഴിയലൊക്കെ തീർന്നു. ഇനി ഞാൻ ആ സാധനം കൂടെ വന്നാൽ അതും എടുത്ത് പുറത്തു പോകും. എന്നിട്ട് നമുക്ക് പുറത്ത് ആരെയും കാണുമ്പോൾ നമുക്കത് അവർക്ക് വേണ്ടി കൊടുക്കാം. ഓക്കെ, സോ ഐ എം ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു സ്ട്രേഞ്ചർക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പോകണം. ആദ്യമായിട്ടല്ല, പക്ഷെ എന്നാലും വീഡിയോയിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ സാധനം വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ KFCൻ്റെ പുറത്ത് ഇറങ്ങി. എനിക്ക് ആക്ച്വലി ഇവിടെ ഒരു ചേട്ടനുണ്ട്, കണ്ടോ? ആ ചേട്ടൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ അത് കൊടുക്കണം എന്നുണ്ട്. പക്ഷേ എനിക്കൊരു പേടി, കാരണം ഞാനിങ്ങനെ ചെയ്തില്ലല്ലോ. അയ്യതെന്തിങ്ങനെ, നമുക്ക് ചോദിക്കാമല്ലേ ആ ചേട്ടനോട് ചോദിക്കാം. ഗൈസ് പൊതുവെ ഇവിടെയൊക്കെ കുറച്ച് നീഡി പീപ്പിൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരുമില്ല, രാത്രി ആയതുകൊണ്ടോ നോക്കുന്ന ആരെയും കാണുന്നില്ല. ചേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചില്ല, കഴിക്കാൻ പോണുള്ളൂ. കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ചേട്ടൻ ഫുഡ് കഴിച്ചോ? ഇന്നത്തെ ഫുഡ് എൻ്റെ വക. ഓക്കെ അല്ലേ? അപ്പോൾ ശരി ചേട്ടാ, ബൈ. ചേട്ടാ മോനിത് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടാ. ആ ചേട്ടൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. അവനെ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ആ വീഡിയോ എടുത്താൽ പറയാം. അപ്പോൾ ഈ സാധനം കൊടുത്തപ്പല്ലേ ചേട്ടാ ആദ്യം ഇങ്ങനെ എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഞാൻ ഓർത്തു ഇനിയിപ്പോൾ സീരിയസ് ആണോ നോക്കുന്ന. ചേട്ടൻ കൈയൊക്കെ തന്ന ശരി, താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിച്ച് നമുക്ക് സ്ഥിരം പരിപാടിയൊക്കെ.
അയ്യോ മോനെ, എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. ഓ മൈ ഗോഡ്. മൈക്ക് ഓണാണ്. സാധാരണ ഇങ്ങനത്തെ നല്ല സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ മൈക്ക് ഓഫ് ആക്കലാണ് പതിവ്. സോ ഗൈസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് വേണം ഞാൻ നന്ദി പറയും, കാരണം നിങ്ങളാണ് എന്നോട് സ്ട്രേഞ്ചർക്ക് വേണ്ടി നീ ചെയ്യാൻ പറയും. ഗൈസ്, നിങ്ങളുടെ മനസ്സും സൂപ്പർ, എൻ്റെ മനസ്സും സൂപ്പർ. പക്ഷേ ഈ ഹെയർ കട്ട് മാത്രമാണ് ആകെ ഉള്ളൊരു കയ്യപ്പം. ബാക്കി എല്ലാം നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഭയങ്കര ഹാപ്പിയായി ചേട്ടനിത് കൊടുത്തപ്പോൾ. ഓ മൈ ഗോഡ്, എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ മൈക്ക് അവിടെ വെച്ച്. ശരി, നമ്മുടെ കാർ ഇവിടെ ഉണ്ട്, നമുക്ക് ഇറങ്ങാം. അല്ലെ, കാറിൽ കയറാം. ഗൈസ്, ഈ ചേട്ടൻ എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനലിലെ പേര് ചോദിക്കാണ്ടി വന്നു. ഒരു കാര്യം കൂടെ ചോദിക്കാം. ചേട്ടാ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കൈ കാണിച്ച് നിർത്തിച്ച് കഴിച്ചോന്നൊക്കെ ചോദിച്ച് ഞാൻ ചേട്ടന് ഫുഡൊക്കെ തന്നപ്പോൾ ചേട്ടന് എന്താ തോന്നിയത്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് നല്ലൊരു എനർജിയാണ് തോന്നിയത്. ഫുഡ് തരിക പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഫുഡ് കഴിച്ചോ ചോദിച്ചതിന് അത് നല്ലൊരു ഇതാണ്. എനിക്കും ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഒരാളോട് ചോദിച്ച് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ഗൈസ്, ഈ ഒരു പരിപാടി ഗൈസ് ഈ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലും ഫുഡ് കൊടുക്കുന്ന സംഭവമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചിലർ വല്ല പ്രഹസനാന്ന്. പക്ഷേ ഗൈസ്, അത് നമ്മൾ ഒരു വട്ടം കൊടുത്താലേ ഇപ്പം നമുക്ക് കൊടുത്തോണ്ട് നമ്മൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിയാക്ഷൻ നമുക്ക് ഫുൾ നമ്മളെ പോസിറ്റീവ് ആയിക്കോ. ആ ചേട്ടൻ വരെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ആ ചേട്ടന് ഭയങ്കര എനർജി കിട്ടിയെന്ന്. എനിക്ക് അതിലും എനർജി കിട്ടി. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ഭയങ്കര നല്ലൊരു സാധനമാണ്. അപ്പം ഇത് ചെയ്യുന്നവർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാണ് കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. അവർക്കെങ്ങനെ കറക്റ്റ് ഫീൽ ചെയ്യുന്നറിയില്ല. എനിക്ക് ഇത് വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് അവരുടെ റിയാക്ഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഇങ്ങനത്തെ നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് ആ റിയാക്ഷൻ ഓ മൈ ഗോഡ് അതിനെ മരിച്ചാലും മറക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പോൾസൊക്കെ കഴിഞ്ഞു. ഇനി ഫൈനൽ പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം, കാരണം 8:30 കഴിഞ്ഞു. എപ്പോൾ തുടങ്ങിയോ ഒട്ടവാ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ പപ്പൻ്റെ അടുത്ത് പോവാം, അല്ലെങ്കിൽ നേരെ വീട്ടിലോട്ട് പോകാം. സോ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ്? പപ്പ ഓഫീസിലാണ്. അപ്പോൾ പപ്പ ഞാൻ ഒന്നിച്ച് വീട്ടിൽ പോകണം, അത് ഞാൻ നേരെ ഇവിടുന്ന് വീട്ടിൽ പോയാൽ മതി. അതും കൂടെ നമുക്ക് പോളിടാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ പോളിട്ടു. പപ്പയുടെ കൂടെ പോകണോ അതോ നേരെ വീട്ടിലേക്ക് പോകണോ നോക്കുന്നത്. എത്ര നോക്കിയിട്ട് ആ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇരുന്ന് സമയം വഹിക്കുന്നത് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് നേരെ പപ്പയുടെ ഓഫീസിൽ പോവാം, അതായിരിക്കും നല്ലത് എന്ന്. 9 മണിയായി. ആ 9 മണിയായിട്ട് ഇനി ഞാൻ കളിക്കണ്ട, കാരണം എൻ്റെ പണിയെല്ലാം തീർന്നു. ഇനിയിപ്പോൾ സ്റ്റോറി ആവുന്നില്ല, ഞാൻ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, സമയം പോകത്തേ ഉള്ളൂ. ഞാൻ ഓർത്ത് നേരെ പപ്പയുടെ ഓഫീസിൽ പോവാന്ന്. സോ ഗൈസ്, നമുക്ക് നേരെ പപ്പയുടെ ഓഫീസിൽ പോവാം. പപ്പയുടെ റിയാക്ഷൻ നമുക്കിപ്പോൾ കിട്ടുമോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ റിയാക്ഷൻ വീട്ടിൽ പോയിട്ട് എടുക്കാം. കാരണം എൻ്റെ മുടി കുളവാക്കിയിരിക്കുക, എന്തുവാ വിചാരം. നമുക്ക് നേരെ പപ്പയുടെ അടുത്തേക്ക് പോവാം. ഗൈസ്, നമ്മൾ പപ്പയുടെ ഓഫീസിലെത്തി. പപ്പ മേളിലുണ്ട്. എന്നോട് മേളിക്ക് വാ പറഞ്ഞു. മിക്കവാറും എൻ്റെ തല കാണാൻ വേണ്ടിയിട്ടായിരിക്കും പപ്പ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് കളിച്ചു കൊടുക്കാം പുതിയ ഹെയർ സ്റ്റൈൽ. എൻ്റെ തല കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? എങ്ങനെയുണ്ട്? ഒരു പ്രത്യേക രീതി. നീ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെട്ടിയിട്ട് ഒരു പ്രത്യേക രീതി. പക്ഷെ ഇത് വെറൈറ്റിയാണ്. അല്ല, അത് എങ്ങനെ ഓരോ സമയത്ത് വെട്ടുമ്പോൾ ഓരോ വെറൈറ്റി തന്നെ ഉണ്ടാവുക. ഇത് ശരിക്കും ഇങ്ങനെയല്ല. ഇനി എന്തൊക്കെ ചെയ്യണം? ഇത് അവരിൻ്റെ തല റോബോട്ടിൻ്റെ തല പോലെ ആക്കി വെച്ച്. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. വന്നേ ഒരു ഇന്ദിരാഗാന്ധിനെ പോലെ ഉണ്ടോ? അങ്ങനെ ഒരു നിന്നെ പോലെ ഉണ്ട്. ശരി, ഗുഡ് എന്ന് പാപ്പ പറയുന്നു. ഗൈസ്, ഈ സംഭവം അവരിൻ്റെ സ്റ്റൈൽ ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി. അപ്പോൾ ഒരു വേറെ ഇനി നാളെ ഇത് പുറത്തേക്ക് വരുമ്പോൾ വേറെ ഇവിടെ ഒരു നീളം കൂടി ഇതാ കണ്ട. വെരി ഫണ്ണി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയി അമ്മയുടെയും ചേച്ചിയുടെ റിയാക്ഷൻ കാണാം. അമ്മ എന്നെ ഒന്ന് പുറത്താക്കുകയാണ്, അറിയോ? ഇന്ന് അതിൻ്റെ ശുഭമുഹൂർത്തമാണ്. വീട്ടിൽ പോവാ ഗൈസ്. അങ്ങനെ നമ്മൾ ഓഫീസിൽ പുറത്തിറങ്ങി. പപ്പൻ്റെ വണ്ടിയിൽ പോകും, ഞാൻ എൻ്റെ വണ്ടിയിൽ പോകും. അപ്പം നമ്മൾ ഒന്നിച്ചാണ് വീട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നിച്ച് പോകുന്നതല്ല, ഒന്നിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രണ്ടാളും പോകുന്നതാണ്. എൻ്റെ വണ്ടിയിൽ ലൈറ്റ് കത്തുന്നു. ഇവരാണ് നമ്മുടെ ഓഫീസിലെ 2 വാച്ച്മാൻമാർ. ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ ഓഫീസിനെ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം എനിക്ക് ഫുഡില്ല, ഞാൻ നാളെ വരുമ്പോൾ കൊണ്ടുവരാം. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി. ഓക്കെ ബണ്ണി, നമുക്ക് പോവാം. ഗൈസ്, ഇനി ആകെ ബാക്കിയുള്ളത് അമ്മയുടെയും ചേച്ചിയുടെയും റിയാക്ഷനാണ്. വാവ്, അതും കൂടെ എടുത്ത് നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പിന്നെ ലാഗ് ഒട്ടും അടുപ്പിക്കുന്നില്ല. നമുക്ക് വേഗം വീട്ടിൽ പോയി ഞാൻ നേരെ അവരുടെ റിയാക്ഷൻ കാണിച്ചിട്ടാം. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ വീടെത്തി. അമ്മ ഇപ്പോൾ എക്സ്പ്രഷൻ ഇട്ട് മരിക്കും, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മുടി ഇങ്ങനെ ആക്കി.
അമ്മ ഞാൻ വന്നു. ആദ്യം നിങ്ങൾക്കെന്നാ എവിടെയാ നോക്കട്ടെ. അമ്മ എവിടെ? മുഖണ്ട് എങ്ങനെയുണ്ട് അമ്മ? ക്യൂട്ടായിട്ടുണ്ട് പറഞ്ഞ അവിടുത്തെ ചേച്ചിമാര്. എങ്ങനെയുണ്ട്? കിലോ കൊണ്ട് ബോയ്ക്കട്ടേ ഇല്ല പറഞ്ഞിട്ടുണ്ട്. അതെ 45 കിലോയിലെ ബോയ് കട്ടില്ല. എങ്ങനെയുണ്ട്? അപ്പൊ ബോയ് കട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? എന്താ കാണിച്ചിരിക്കുന്നത്? ഫ്രണ്ടില് കുറച്ച് ഫ്രിഞ്ചസ് വെട്ടി, പിന്നെ കുറച്ച് ബാങ്ക്സ് വെട്ടി, പിന്നെ ഫ്രണ്ടിൽ കുറെ ലെയർ വെട്ടി. അത് ഞാനിപ്പോ ആദ്യം വരുമ്പോൾ നല്ല കോമഡി ആയിരുന്നു. അപ്പൊ ഞാൻ താഴെ പോയിട്ട് എൻ്റെ കളർ ചെയ്തില്ല. അയ്യോ എങ്ങനെയുണ്ട് അമ്മ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ? അതല്ല ഇത് സൈഡിക്കൊക്കെ ആക്കാൻ പറ്റും. സൈഡിക്കൊക്കെ നല്ല രസം ഉണ്ടാവും. എന്നാ സൈഡിൽ നേരെ എടുത്ത് നോക്കിപ്പോ നല്ല കോമഡിയോ. എങ്ങനെയാണ് സൈഡിൽ? എവിടെ ഞാൻ സൈഡ് ആക്കുക? അതാണ് ഇപ്പൊ ഫ്രണ്ടിലെ ഫുൾ കുറ്റിമുടിയാണ്. നോക്ക് മുഖം ഞാൻ ഇങ്ങനെ നടക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് തല ചട്ടി? അതെന്തെന്നറിയോ, അവരെനിക്ക് സ്റ്റൈൽ ചെയ്ത് തന്നത് മുടി ഇങ്ങനെ ആക്കിയിട്ടാണ്. കാരണം ഒരു തിക്കായി തോന്നാം, മാമാട്ടി കുട്ടിയമ്മനെ പോലെ. പക്ഷെ അത് ചട്ടി കമത്തിയ പോലെ എനിക്കും തോന്നി. പക്ഷെ അത് നാളെ രാവിലേക്ക് ശരിയാവുന്ന തോന്നല്ലേ? നിക്കില്ലടാ, നിൽക്കും. നാളെ രാവിലെ ഇത് സൂപ്പർ ആവും. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കോളേജിൽ പോവും. സൈഡ് നേരിൽ നിനക്ക് വെട്ടായിരുന്നില്ലേ? എന്താ സൈഡ് മതി പറഞ്ഞിട്ട് വെട്ടായിരുന്നില്ല. നിക്കില്ല. എങ്ങനെയായാലും നിക്കണില്ല. പറ്റില്ല. ഇത് നല്ല കോമഡിയെ. മുടി വെട്ടി, ഫ്രണ്ടത്തെ മുടി വെട്ടിയിട്ട് ആ ചേച്ചി കൈയെടുത്തതും മുടി ഇങ്ങനെ പൊന്തിയിട്ട് ചേച്ചിക്ക് ടെൻഷനായി സ്ട്രൈറ്റ്നറൊക്കെ എടുത്തോണ്ടൊന്ന് ശരിയാക്കി. ഇതിന് സ്ലൈഡും കുത്താൻ പറ്റില്ല. ഹായ് ബോയ്ക്കട്ട കാത്തോണ്ടാണ് അമ്മ നിന്നെ അമ്മ ചോദിച്ചു ഞാൻ ബോയ്ക്കട്ട് വെട്ടിച്ച വരികയെന്ന്. പപ്പ എൻ്റെ അടുത്ത് സലൂണിൽ നിന്ന് ഞാൻ പപ്പ എടുത്ത പപ്പ ബോയ്ക്കട്ട് എല്ലാം പറഞ്ഞു. പപ്പ ഇവിടെ വോട്ടറോ പറഞ്ഞ് പപ്പ എന്നോട് നിർബന്ധിച്ചു. സമാധാനിപ്പിച്ചാണ്. അവള് ബോയ്ക്കട്ട് വെട്ടില്ല, ഉറപ്പാണ്. വേറെ ഞാൻ നിന്നത് പ്രാങ്ക് ചെയ്താണെങ്കിൽ അവസ്ഥ അറിയിച്ചു നോക്ക്. വീട്ടിൽ കേട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബോയ്ക്കട്ട് വിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഹെയർ കട്ട്? ട്രൂ ആയി പറ. എനിക്കിഷ്ടപ്പെട്ടില്ല. എന്താണ് നിനക്ക് നടുന്നേരം നന്നല്ല. പിന്നെ അതന്നെ അങ്ങനെ തന്നെ വരണ മാതിരി പിന്നെയും വെട്ടിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് എന്നെ കാണുമ്പോൾ കോമഡി ആയിട്ടുണ്ട്. എനിക്കും അത്ര തന്നെ. പപ്പ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓ പപ്പ പറയാ ഇപ്പൊ കോമഡി ആയിട്ട് നടക്കാൻ. അപ്പൊ ഞാൻ കോമഡി ആണെന്നാ പറയാൻ നല്ല ഭംഗിയുണ്ട്. അവനെ മൂടി വിട്ട് പപ്പ രസം. ഇത് എനിക്ക് അല്ലല്ല ഞാൻ പറയാം. ഏതൊരു സിനിമയില്ലേ അതിലാണ് ഹാപ്പി ഹസ്ബൻഡ്സിൽ സലീം കുമാർ. കറക്റ്റാണത്. മനസ്സിലായപ്പോ ആദ്യം എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ കണ്ട് എനിക്ക് എന്നെ കണ്ടപ്പോ ആരെയായിട്ട് തോന്നിയെന്നറിയോ? എന്തിരനിലെ എമി ജാക്സൺ. അത്രക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പ്രേമലത്തെ മമിത ബൈജു. അയ്യോ അത്രയ്ക്കൊന്നും പോയിട്ടില്ല. അവിടെ ഒന്നും എത്തിയിട്ടില്ല. അത് കറക്റ്റ് സലീം കുമാർ. അതാണ് എന്റെ മനസ്സിൽ വന്നത്. സലീം കുമാർ നല്ലതായിരുന്നു. ഇത് അതിനേക്കാൾ കണ്ട സലീം കുമാർ അത് ചേരുന്നുണ്ട്. അത് സലീം കുമാർ നല്ലതായിരുന്നു. അയാൾക്ക് നന്നായിണ്ടത്. ഇവൾക്കല്ലേ നന്നാവാത്തത്. എന്റെ ഹെയർ കട്ട് സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ അമ്മക്കും ചേച്ചിക്കും വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. സോ ഗൈസ് ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഓരോ അബദ്ധങ്ങൾ ചെയ്തിട്ട് വരും. എന്നിട്ട് അതിനെ ഇട്ടിട്ട് ഒപ്പാക്കി ഒരു സമാധാനം മനസ്സുഖം. മുടി മാറ്റാനും പറ്റില്ല. സോ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ക്രേസി വീഡിയോസ് കാണണമെങ്കിൽ തെജത്തങ്കു ഡയറീസ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലമ്മ. ബൈ.